ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ട്രാവൽ വീഡിയോ ഒന്നുമില്ല കേട്ടോ. എനിക്ക് ഈ മാസം 50 വയസ്സ് 50 അടിച്ചു ഗൈസ്, 50 അടിച്ചു. 50 വയസ്സുള്ള റൈഡ് റോളി. അങ്ങനെ റൈഡ് റോളിക്ക് 50 വയസ്സായി. എന്നെ ഒരുത്തം വിളിച്ച കേട്ടോ ഒരാൾ, റൈഡ് റോളി. ഇപ്പോഴെ ഒരു 3 വർഷം മുമ്പ് കിളവൻ റൈഡ് റോളിന്ന് തമാശയ്ക്ക് വിളിച്ച. അപ്പോൾ ചില പ്രത്യേക സാഹചര്യം ഞാൻ മുടിയൊക്കെ വിട്ട് ദൂരെ കളഞ്ഞു. അപ്പോൾ ഇതാണ് നല്ലതെന്ന് പലരും പറയുന്നു, എല്ലാവരും പറയും ഇത് തന്നെയാണ് നല്ലതെന്ന്. മറ്റേത് ഭയങ്കര പേക്കോലമായിരുന്നു മുടി വളർത്തിയിട്ടിരിക്കുന്നത്. എനിവേ, ഈ 50 അടിച്ച് ഈ ഒരു അവസരത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ, ഒരു 2-3 ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വെക്കാം കേട്ടോ. ഒരു കാര്യം പോലും സമയത്തും കാലത്തും നടക്കാതെ എല്ലാ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ 99% കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു 10-15 വർഷം ലേറ്റായിട്ട് മാത്രം നടന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ 50-ാം വയസ്സിലും നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും എനിക്ക് ഇന്ന് ചെയ്യേണ്ടി വരുന്നത്. അതിനകത്ത് എനിക്ക് ഒരു ദണ്ണവുമില്ല, അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. പലപ്പോഴും നമുക്ക് കുറ്റബോധം തോന്നും, പക്ഷേ എന്നാലും ചെയ്യും. കാരണം കുറ്റപ്പെടുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൂ. പക്ഷേ മൈൻഡ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഫൈറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളോട് തന്നെ ഫൈറ്റ്, ഈ പറയുന്നവരോട് ഫൈറ്റ്. എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം ഞാൻ തന്നെ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹം സാധിച്ച് തന്നെ പോവുകയാണ്, അല്ലാതെ നിവൃത്തിയില്ല. ഈ ആവശ്യത്തിലധികം ത്യാഗങ്ങൾ സഹിച്ച പഴയ തലമുറ ഉണ്ടല്ലോ, അവർ പലരും ഇപ്പോൾ പറയുന്നുള്ളൂ, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടുണ്ട്, നിങ്ങൾക്ക് കൂടി സമയം കണ്ടെത്തണം, ഒരു പ്രായം കഴിഞ്ഞ് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ദണ്ണപ്പെട്ട് കാര്യമില്ല. അത് ഞാനിപ്പോൾ അങ്ങ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പം ഞാനത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന അത്രേ ഉള്ളൂ കാര്യം. യാത്രയാണ് എൻ്റെ എല്ലാം. പക്ഷേ ഇതിനെല്ലാം ഞാൻ സമയവും കാലം ഉണ്ടാക്കുന്നത് വളരെയധികം കാര്യങ്ങൾ ഒഴിവാക്കിയും ചെയ്യേണ്ട മറ്റു പല കാര്യങ്ങളും ചെയ്യാതെയും ഒക്കെ തന്നെയാണ്. അല്ലാതെ എൻ്റെ കാര്യങ്ങൾ എനിക്ക് ഈ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ കുറച്ച് വർഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സമയത്തും കാലത്തും നടന്നില്ലെങ്കിൽ സമയത്ത് ചെയ്തോണം. അല്ലാതെ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടക്കാൻ പറ്റാതെ കിടപ്പിലായി കഴിഞ്ഞാൽ ചിന്തിച്ചൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് കിടപ്പിലായി കഴിഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം കൊണ്ടാണ് ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. യൂട്യൂബ് ചാനലിൻ്റെ കാര്യം വിടുക, അല്ലെങ്കിലും ഇതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സ്വഭാവം പണ്ടേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. നമ്മുടെ കാര്യങ്ങൾ മറ്റൊരാളും ചെയ്തു തരത്തില്ല, അത് എന്ത് കാര്യമാണെങ്കിലും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവർ പഴി പറയുന്ന കാര്യങ്ങൾ നോക്കാതിരിക്കുക, അത് നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വീടിനകത്ത് അടയിരിക്കണം. അപ്പോൾ എന്നെ അതിന് കിട്ടത്തില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം, അത് വൻ കോമഡിയായിരുന്നു. ഈ യാത്രകൾ സിനിമയായിട്ട് ചെയ്യുന്നു, വീഡിയോസ് എടുത്ത് കൂട്ടുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് എന്നെ ഇതിന് നിർബന്ധിച്ച് എന്നെ ഈ ട്രാക്കിലാക്കി. ആ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. പുള്ളിക്ക് ഓൾറെഡി ഒരു ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടോട് തന്നെ എന്നെ പുള്ളി പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ പിന്നീട് ഒരു 2-3 കൊല്ലം കൊണ്ട് പുള്ളിയുടെ ചാനൽ നിർത്തി. ആ സമയത്തേക്കാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നത്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. പുള്ളിയുടെ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നു, എല്ലാം ഉണ്ട്, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ പോലും പുള്ളി എന്നെ ഫോൺ ചെയ്ത് പറയും, അജിത്ത് എന്നെ പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അഭിപ്രായം പറയണം, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറയും, ഇന്നപോലെ ഞാൻ എല്ലാ അഭിപ്രായം കിട്ടിയിട്ടുണ്ട്, നല്ലതാണ്, അങ്ങനെ എൻ്റെ അഭിപ്രായമൊക്കെ പറയും. പക്ഷേ പിന്നീട് പുള്ളിയുടെ ചാനലിൽ നിന്ന് അതിനുശേഷം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇന്നീ നിമിഷം വരെ ഫസ്റ്റ് വീഡിയോയ്ക്ക് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്ത അഭിപ്രായം ചോദിച്ചു, അഭിപ്രായം പറഞ്ഞു. വലിയൊരു അഭിപ്രായമായിരുന്നു. പിന്നീട് ഇന്ന് ഇത്ര 3.5 വർഷമായി ഒരൊറ്റ വീഡിയോയ്ക്ക് കമൻ്റ് ഇല്ല. കമൻ്റ് ഇടാത്തതിന് പരാതി പറഞ്ഞതല്ല, നമ്മളോട് നേരിട്ട് വിളിച്ചോ ഒരു വാക്ക് പോലും പറയാതെ, കുറ്റം പറയുമോ എന്തു ആയിക്കോട്ടെ, ഒന്ന് വിളിക്കുകയോ പറയുകയോ യൂട്യൂബ് ചാനലിനെ കുറിച്ച് വാക്ക് ചോദിക്കുമോ ഇന്നീ നിമിഷം വരെ ചെയ്തിട്ടില്ല. നമ്മൾ സാറിന് എങ്ങനെയാണ്, കൂട്ടുകാരാണ് നമ്മുടെ എപ്പോഴും സപ്പോർട്ട് വരുന്നതൊക്കെ പല കാര്യങ്ങൾക്കും. പക്ഷേ ഇദ്ദേഹം എന്നെ ചാനലും തുടങ്ങിച്ചു. പക്ഷേ ഓൾറെഡി പുള്ളിക്ക് ചാനൽ ഉണ്ടായിരുന്ന സമയത്ത്, പക്ഷെ തൊട്ടുപുറേ പുള്ളിയുടെ ചാനൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആയിരിക്കാം, എന്താണെങ്കിലും കൊള്ളാം, ചില ആൾക്കാർ അങ്ങനെ. അത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം. കൂട്ടുകാരനാണ്, വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ്. പക്ഷേ ഇതൊക്കെയാണ് ചില ആൾക്കാർ രീതികൾ. നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരുടെ കാര്യങ്ങൾ വന്നപ്പോൾ ഭയങ്കര ഒരു കൂസലുമില്ലാതെ വിളിച്ചു പറയുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി അവനൊന്നും പറയാതെ തന്നെ എന്നെ കൊണ്ട് പറ്റാതെ രീതിയിൽ അവൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ. അന്ന് എനിക്ക് ചാനലില്ല. എന്നെ വിളിച്ചിട്ട് അതിത്തെ കമൻ്റ് ഇടണേ, അതിത്തെ ലൈക്ക് ഇടണേ, അതിത്തെ അത് പറയണേ, ഇത് പറയണേ, ഇങ്ങനെ പറഞ്ഞിട്ട് നാളെ എന്തൊരു മനുഷ്യരായിരുന്നു ഓർക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്. അതാണ് ഞാൻ പഠിച്ച ഒരു കാര്യം. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് നാൾ മുമ്പ്, അതൊരു കഴിഞ്ഞ നവംബറിൽ ഇടുക്കിക്ക് ഒരു ട്രിപ്പ് പോയി, കുടയത്തൂർ ഭാഗത്തേക്ക്. അപ്പോൾ അന്ന് അവിടെ വെച്ച് ഒരു പയ്യൻ്റെ 10-30 വയസ്സിനടുത്തുണ്ട്. പുള്ളി എൻ്റെ അടുത്ത് ഒന്ന് വളരെ കാര്യമായിട്ട് മറ്റേ ഗോപ്രോ ക്യാമറ കണ്ടൊക്കെ ഞാൻ തോന്നുന്നു വളരെ എക്സൈറ്റഡ് ആവുന്ന കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോലെ ഒരു ചാനലൊക്കെ ഉണ്ട്. പുള്ളി ഒത്തിരി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. ഞാൻ അല്ലാതെ ആരോടും പറയാറില്ല ഞാൻ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, സബ്സ്ക്രൈബ് ഒന്നും ഞാൻ പറയാറില്ല, കഴിവൊന്നും പറയത്തില്ല. അപ്പം പുള്ളി വളരെ ഇതായിട്ട് യാത്രകളെ കുറിച്ച് ചോദിക്കുന്നു, സംസാരിക്കുന്നു, വളരെ ഇതായിട്ട് ഭയങ്കര സന്തോഷം. ചേട്ടനൊക്കെ നടക്കുന്നുള്ള, ബാക്കിയുള്ളവർക്കൊന്നും പറ്റുന്നില്ല, പഠിക്കുന്നുണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഹാപ്പി എല്ലായി ആ ചേട്ടൻ്റെ ചാനൽ. അപ്പോൾ കുറച്ച് പുള്ളി തന്നെ ഇങ്ങനെ വരുന്ന ഒത്തിരി സംസാരിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയി എനിക്കൊരു ചാനലുണ്ടെന്ന്.
ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര എക്സൈറ്റഡായി. അതെടുത്ത് കാണിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് പുള്ളിയുടെ എല്ലാ എക്സൈറ്റ്മെൻറ്റും അങ്ങ് പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര 950 മറ്റേ ഉള്ളായിരുന്ന സമയത്ത് 940 സംതിങ് ഉള്ളായിരുന്നു സബ്സ്ക്രൈബേഴ്സ്. അവിടെ പുള്ളിയുടെ എല്ലാ ഗ്യാസും പോയി. അത് കണ്ടുകൊണ്ട് എൻ്റെ എല്ലാ ഊർജ്ജവും പോയി കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര നെഗറ്റീവായിപ്പോയി എനിക്ക്. കാരണം എനിക്ക് മനസ്സിലായി ഒരാൾ നമ്മളോട് ഇത്ര എക്സൈറ്റഡ് വന്നതും കണ്ടതും പിന്നീട് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് പുള്ളി കൊടുത്തു എനിക്ക് കണ്ട് 1.5 ലക്ഷം 2 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആരോ ആണ്. അതായിരിക്കണം പുള്ളി ചാടി വീണു. ഞാൻ ചാനലെടുത്ത് കാണിച്ചപ്പോൾ 940 അങ്ങനെയാണ് തോന്നുന്നത്. അതോടെ പുള്ളിയുടെ വെടിയും തീർന്നു. അത് കണ്ട് എൻ്റെ വെടിയും തീർന്നു. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു അന്ന് മുതൽ, അതായത് എല്ലാവരും ഫോളോ ചെയ്യുന്നവരെ നമ്മളും ഫോളോ ചെയ്യുക, അല്ല ഒത്തിരി പേരുള്ളവരെ ഞാനും ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണോ അതാണോ എൻ്റെ ഒരു രീതി എനിക്കറിയത്തില്ല കേട്ടോ. നമ്മൾ പൊതുവെ തന്നെ നമ്മളിപ്പോൾ ഒരാൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ധരിച്ചത് പുള്ളി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ മനസ്സിലായി പുള്ളി ഉദ്ദേശിച്ചതൊന്നും ആയിരുന്നില്ല. പുള്ളി നല്ല പോപ്പുലറായ ഒരാളെയാണ് പുള്ളി പ്രതീക്ഷിച്ചത്, ആണെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. അല്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്ക് പെട്ടെന്നെല്ലാം പിന്നെ പെട്ടെന്നായിരുന്നു. പിന്നെ ഒന്നും പിന്നെ പെട്ടെന്ന് സംസാരം പയ്യെ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു ഷോക്കായിപ്പോൾ എനിക്കത്. വേറൊന്നുമില്ല, നമ്മൾ ഒരു വിധത്തിൽ ഇപ്പം ഞാൻ എൻ്റെ യാത്ര ചെയ്യുന്ന വലിയൊരു ഞാനെന്തോ നേടുന്ന പോലെ, പക്ഷെ അതൊക്കെ ഒരു വട്ടപൂജയായി പോകുന്നതായി പോകുന്നത്. ഞാൻ പറഞ്ഞ ആ സമയത്ത് തോന്നിയ കാര്യം. അപ്പം ഞാൻ വേറൊരു കാര്യം കൊടുത്തു ആ സമയത്ത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളെയാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നവരെ മാക്സിമം പോയി ഒരു 60 പേര് കൂട്ടിക്കും, എന്നെ പരിചയമുള്ളവർ അല്ലെ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവർ. അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എനിക്കിപ്പം 974 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഈ 60 പേരൊഴിച്ച് ബാക്കി 900 സംതിങ് ആൾക്കാർ, അതായത് നിങ്ങൾ, ഒരു പരിചയമില്ലാത്ത കുറേ അധികം പേര്, നിങ്ങളെ ഞാൻ ആ സമയത്ത് ശരിക്കും ഓർത്തുപോയി, മനസ്സുകൊണ്ട് ഓർത്തു. നുണ പറയുന്നതല്ല, ഞാൻ ഓർത്തുപോയി ശരിക്കും. അത് ഒരു പരിചയമില്ലാത്തത് 920 കൂടിക്കും, അത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പരിചയമില്ലാത്ത നിങ്ങൾ. അപ്പം ഞാൻ ശരിക്കും ഓർത്തു, ഈ പറഞ്ഞ പോലെ എന്തോ നല്ല കാര്യം ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ, ഒരു പരിചയമില്ല, എന്നെ നിങ്ങൾക്ക് അറിയത്തേ ഇല്ല, നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. അപ്പം ഞാൻ ശരിക്കും അന്നേരം ഓർത്തോടെ ഞാൻ കാര്യമായിട്ട് പറയാണ്, വളരെ വളരെ നന്ദി. ഉള്ളിൽ തട്ടി തന്നെ പറയാട്ടോ. അത് ആ ഒരു സംഭവം കൊണ്ടാണ് ഇത്രയും ചിന്തിക്കാൻ തന്നെ എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ, ഒരു പരിചയമുള്ളവരല്ല എനിക്കിതിനകത്ത് ആരും തന്നെ. എന്നിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. പക്ഷേ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിനകത്ത് ഉയരാൻ ഇതുവരെ പറ്റിയിട്ടൊന്നും എനിക്കറിയാം. കാരണം എനിക്ക് സമയം കിട്ടുന്ന ഒന്നിനും. ഈ വീഡിയോ ഇടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ ആഴ്ച മിനിമം ഒരു വീഡിയോ എങ്കിലും ഇടും. ഞാനൊരു സമയം സന്ദർഭം ഒപ്പിച്ച് യാത്രകൾക്ക് പോകുന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്കെന്നെ അറിയത്തില്ല. കോൺസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നടക്കുന്നില്ല. ഇതൊരു പ്രശ്നമുണ്ട്. അത് തന്നെ കാര്യം. അതിനെല്ലാം അതിജീവിച്ചും പലതും ഇട്ട് എറിഞ്ഞും മറ്റുള്ളവർ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല എന്നും കരുതി തന്നെ ആണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത് തന്നെ. നിങ്ങളെല്ലാവരോടും മനസ്സുകൊണ്ട് നന്ദി. കാര്യമായിട്ട് തന്നെ പറയാം കേട്ടോ. എനിക്കിപ്പോൾ അത് പറയാൻ എനിക്കറിയില്ല. പിന്നെ വേറെ ചിലർ നമ്മളോട് യൂട്യൂബ് ചാനലുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നേരെ അവർ എന്നെ പറയുന്നത് എനിക്കറിയത്തില്ല അവരൊക്കെ മനസ്സിലെന്താ വരുന്നതെന്ന്. പൈസ കിട്ടാൻ തുടങ്ങിയോ, അല്ലെ എങ്ങനെയായി, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത് വേറെ രീതിയിൽ ചിലർ കളിയാക്കുന്നവർ ചോദിക്കുന്നവല്ല. എനിക്കറിയത്തില്ല അതിൻ്റെ പിന്നിലൊരു മാനസികാവസ്ഥ എന്താണ്. കൗതുകത്തോടെ താല്പര്യത്തോടെ ചോദിക്കും, നമുക്ക് മനസ്സിലാവും. പിന്നെ വേറെ ചിലരുണ്ട് തുടക്കത്തിൽ നമ്മളങ്ങ് നിരുത്സാഹപ്പെടുത്തിയേ സംസാരിക്കുന്നതിനൂടെ സംസാരിക്കും. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നത് എന്താണ് ഇവരൊക്കെ മാനസികാവസ്ഥ ആണ്. നിരുത്സാഹപ്പെടുത്തി സംസാരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ചില ഫ്രണ്ട്സ്, എനിക്കത് അതിശയം കേട്ടോ. ഫ്രണ്ട്സ് ഉള്ള കാര്യം പറയാമല്ലോ. ചില ഫ്രണ്ട്സ് വളരെ അപൂർവ കാര്യം, ചില ആൾക്കാർ, ചിലർ, എല്ലാവരും അല്ല, ചിലർ ഒരു രക്ഷയില്ല. അതെനിക്കത് നമുക്ക് വേണ്ടപ്പെട്ടൊരാളാണ് എനിക്ക് ഏറ്റവും വലിയ ദുരന്തമായിട്ട് തോന്നാനകത്ത്. അതേസമയം ഈ പറഞ്ഞ 900 പേര് മുകളിലുള്ളവർ, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വളരെ നന്ദി ഞാൻ പറയുന്നു. ഇനി ഒരു 26 പേരുടെ ആയാൽ 1K ആവും, 1000 സബ്സ്ക്രൈബേഴ്സ് ആവും. അപ്പം 50 അടിച്ച ഈ ഒരു അവസ്ഥയിൽ ചെറിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. അപ്പം തോന്നി 50 അടിച്ചതിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാവുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തി കേട്ടോ. ബൈ.